നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ വീഴ്ചകളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ പ്രതികൂലങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംഭവമാണ് ധൈര്യം. ഒരു പാപത്തിൽ ഒരു വീണുപോയാൽ, ഒരു പാപം ചെയ്താൽ, ഒരു തെറ്റ് സംഭവിച്ചാൽ, ഒരു വീഴ്ച ഉണ്ടായാൽ, എവിടെങ്കിലും ഒരു കുറവുണ്ടായാൽ, എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൽ അകപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു രോഗം പിടിപെട്ടാൽ, ഏതെങ്കിലും ഒരു മെഡിക്കൽ റിപ്പോർട്ട് പ്രതികൂലമായി വന്നാൽ, എന്തെങ്കിലും ഒരു വിഷയം മുമ്പിൽ വെളിപ്പെട്ടാൽ നഷ്ടപ്പെട്ടു പോകുന്ന എന്നാന്നറിയാം, മുഴുവൻ കറേജും അങ്ങ് പോകും. മനുഷ്യന്റെ സ്വഭാവം അതാണ്, മനുഷ്യന്റെ പ്രകൃതം അതാണ്. അതാണ് പൗലോസ് മുകളിൽ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾക്ക് യേശു ഉണ്ട്, ആകാശത്തിൽ കൂടി കടന്നുപോയ മഹാപുരോഹിതനായ ക്രിസ്തു നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യം മുറുകെ പിടിക്കണം. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ, നിങ്ങളുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തൊരു ദൈവത്തെ അല്ല നിങ്ങൾ സേവിക്കുന്നേ. നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിങ്ങളെ രക്ഷിക്കാൻ കഴിയാത്തൊരു ദൈവത്തെ അല്ല നിങ്ങൾ സേവിക്കുന്നേ. പാപമൊഴികെ ഈ ഭൂമിയിൽ വന്ന് സകലതും നിങ്ങൾക്ക് തുല്യമായി അനുഭവിച്ചവനാണ് കർത്താവ്. യേശു കടന്നുപോയ അനുഭവങ്ങളിലൂടെ പലരും കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് നിന്ദിക്കപ്പെടുമ്പം കർത്താവെ ഞാനിന്ന് ഭയങ്കരമായിട്ട് ഇൻസൾട്ടായി അപ്പാ എന്ന് പറയുമ്പോൾ അത് യേശുവിന് മനസ്സിലാവും. കർത്താവെ എൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും കല്യാണത്തിന് വിളിച്ച് കർത്താവെ എന്നെ മാത്രം വിളിച്ചില്ല കർത്താവ്, അവർ മനഃപൂർവ്വമായിട്ട് ഞങ്ങളെ മാത്രം ഒഴിവാക്കി കർത്താവെ. ഇത് നിങ്ങൾ കർത്താവിനോട് എന്ന് പറയുമ്പോൾ ഈ ഒഴിവാക്കൽ സാധനം എന്നാന്ന് യേശുവിനറിയാം. യേശു അത് അനുഭവിച്ചിട്ടുണ്ട്. പാപമൊഴികെ സകലത്തിലും അവൻ നമുക്ക് തുല്യനായി കടന്നു പോയത് കൊണ്ട് നിങ്ങൾ അവന്റെ സന്നിധി ചെന്ന് എന്ന് അപ്പാ എന്ന് വിളിച്ച കണ്ണീന്ന് കണ്ണുനീരൊഴുകുമ്പോൾ തന്നെ കർത്താവിന് മനസ്സിലായി, മക്കളെ നിങ്ങൾ പോകുന്ന റൂട്ട്. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞ, അതുകൊണ്ട് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ദൈവം നിങ്ങൾക്കുള്ളത് കൊണ്ട്, ആ ദൈവത്തിന് നിങ്ങളെ സഹായിപ്പാൻ കഴിവുള്ളവനായതുകൊണ്ട്, കരുണ ലഭിക്കുവാൻ, തക്ക സമയത്ത് നിങ്ങളെ സഹായിക്കാൻ, കൃപ പ്രാപിക്കാൻ ധൈര്യത്തോടെ എല്ലാ കുറ്റബോധങ്ങളെയും വലിച്ചെറിഞ്ഞുകൊണ്ട്, എല്ലാ നെഗറ്റീവ് തോട്ട്സിനെ വലിച്ചെറിഞ്ഞുകൊണ്ട്, നഷ്ടപ്പെട്ടു പോയ എല്ലാ വിൽ പവറുകളും എല്ലാ ബലവും തിരിച്ചു പിടിച്ചോണ്ട് ധൈര്യത്തോടെ കൃപാസനത്തിന് അരികിലേക്ക് വാ, കർത്താവിന്റെ അരികിലേക്ക് വാ. സ്വർഗത്തിലെ ദൈവം ഇന്ന് നിന്നെ സഹായിപ്പാൻ ആ കരുണയുടെ കരം നീട്ടുകയാണ്.